السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാനും അതിലായി മരണപ്പെടുവാനും നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. നമുക്ക് ചുറ്റും ധാരാളം ആളുകൾ വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നത് നാം അറിയുന്നുണ്ട്. നാം തന്നെയും ചെറുതും വലുതുമായ പല രോഗങ്ങൾ, ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ്. എന്നാൽ സഹോദരങ്ങളെ, രോഗവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അത് ഉൾക്കൊള്ളാതിരുന്നാൽ ഈ രോഗമെന്നുള്ളത് തീർത്തും ഒരു ഷർറു മാത്രമായി എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും അതിൽ നിന്നൊന്നും തന്നെ പ്രതീക്ഷിക്കാതെ ഒരു വേള ആ രോഗങ്ങളെ വെറുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ വെറുപ്പും കോപവും നമുക്ക് ലഭിക്കാൻ കാരണമായി തീരുകയും ചെയ്യും. സഹോദരങ്ങളെ, അറിയുക, രോഗമെന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൊരുപാട് ഹിക്മത്തുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അവൻ്റെ മറ്റേത് പരീക്ഷണങ്ങൾ പോലെ തന്നെയും രോഗമെന്നത് തീർത്തും ഷർറായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം രോഗം ഷർറാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായും നിരുപാധികമായും ഷർറുള്ള ഒരു കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, തിരിച്ചറിയുക, രോഗത്തിന് ഒരുപാട് ഹിക്മത്തുകളുണ്ട്, ഒരുപാട് നേട്ടങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെപ്പോലെ തന്നെ അല്ലാഹു നമുക്ക് നൽകിയ പരീക്ഷണങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല എന്തിനാണ് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നൽകുന്നത് എന്നുള്ളത് ഖുർആനിൽ പറയുന്നു. അല്ലാഹു തആല പറയുകയാണ്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. ഇതാ, തീർച്ചയായും നിങ്ങളെ ഞാൻ പരീക്ഷിക്കുന്നതാണ്. ഒരു വേള നിങ്ങൾക്ക് വലിയ ഭയപ്പാട് നൽകുന്നതായിരിക്കും, അമ്നുണ്ടാവുകയില്ല, നിർഭയത്വമുണ്ടാവുകയില്ല, നിങ്ങൾക്ക് നല്ല പേടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കടുത്ത ദാരിദ്ര്യം നൽകും, അങ്ങനെ നിങ്ങൾ പട്ടിണിയിലായി പോകും. അതുപോലെ നിങ്ങളുടെ സമ്പാദ്യത്തിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള നിങ്ങളുടെ ഇണകളിലോ സന്താനങ്ങളിലോ നിങ്ങളുടെ ഏത് കാര്യങ്ങളിലാകട്ടെ അതിൽ കുറവ് വരുത്തിക്കൊണ്ട്, നിങ്ങളുടെ കായികനികളിലുമെല്ലാം കുറവ് വരുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ നൽകുന്നതാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്നാൽ ഇത്തരം പരീക്ഷണങ്ങൾ സഹോദരങ്ങൾ അതെല്ലാവർക്കും ഉപകരിക്കുന്നതല്ല. അല്ലാഹു തആല പറയുകയാണ്, തീർച്ചയായും ഇത്തരം പരീക്ഷണങ്ങളിൽ വിജയം നേടുന്നവർ ആരാണ്? വബശ്ശിരി സ്വാബിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, സ്വാബിരീങ്ങളായ ആളുകൾക്ക്, പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിൽ ക്ഷമിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്തോഷ വാർത്തയുണ്ട്. അവർ പറയുകയാണ്, അല്ലദീന ഇദാ അസാബത്ഹും മുസീബ, അവർക്ക് വല്ല വിപത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവർ പറയും തീർച്ചയായും നമ്മളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതാണ്,
നമുക്ക് നൽകപ്പെട്ട കാര്യങ്ങളെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതാണ്. നമ്മളാകട്ടെ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരുമാണ് എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നവരായിരിക്കും. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അവർക്കാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള കാരുണ്യവും അതുപോലെ റബ്ബിൻ്റെ അനുഗ്രഹങ്ങളും വർഷിക്കുന്നത് അവർക്കാണ്. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അത്തരം പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഹിദായത്തിലായിട്ടുള്ളവർ, സന്മാർഗത്തിലായിട്ടുള്ളവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അതുപോലെ സഹോദരങ്ങളെ, വിശ്വാസികളുടെ പ്രത്യേകതയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മൾ നിരവധി തവണ കേട്ടതാണ്. അവിടുന്ന് പറഞ്ഞല്ലോ, അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ മുഅ്മിനിന്റെ കാര്യം അത്ഭുതകരമാണ്. എന്താണ് അവന്റെ കാര്യത്തിലുള്ള അത്ഭുതം? ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവന് ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും അവന് ഖൈർ തന്നെയാണ്. അവൻ എന്ത് ബാധിച്ചോ അത് അവന് ഖൈർ തന്നെയാണ്. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, അത് മുഅ്മിനല്ലാതെ, യഥാർത്ഥ വിശ്വാസം ഖൽബിലേക്ക് പ്രവേശിച്ചവനല്ലാതെ അത് ലഭിക്കുകയില്ല എന്നുള്ളതാണ്. ഇൻ അസാബത്ഹു സറാഉ ശകറ ഫകാന ഖൈറൻ ലഹ്, അള്ളാഹു അവന് ഒരുപാട് ഖൈറുകൾ, സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അവൻ അതിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നതാണ്, മതിമറന്നു പോകുകയില്ല. അള്ളാഹുവാണ് ഇത് നൽകിയത്, ഇതിൻ്റെ അനുഗ്രഹദാതാവ് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് എന്ന് മനസ്സിലാക്കി ആ അനുഗ്രഹമേകിയവന് ശുക്ർ നൽകിക്കൊണ്ട് അവൻ അള്ളാഹുലേക്ക് മുന്നിടും. അതവന് ഖൈറായി റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുകയാണ്. വ ഇൻ അസാബത്ഹു ദറാ, ഇനി പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ, ദുരിതങ്ങൾ അള്ളാഹു അവനെ അനുഭവിപ്പിച്ചാൽ സ്വബറ, അവൻ ക്ഷമിക്കുന്നതാണ്. ഫകാന ഖൈറൻ ലഹ്, ആ ക്ഷമയും റബ്ബ് സുബ്ഹാനഹു വ തആല അവനൊരു നന്മയായി മാറ്റുന്നതാണ് എന്ന് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നതാണ്. ഈ രോഗങ്ങളെന്ന് പറയുന്നത് സഹോദരങ്ങളെ, ഈ പറയുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും നമുക്ക് അനുഭവിപ്പിക്കുന്ന കാര്യമാണ്. ആരും രോഗങ്ങളെ സന്തോഷത്തോടു കൂടി അഭിമുഖീകരിക്കാറില്ല. എല്ലാവർക്കും പ്രയാസം തന്നെയാണ്. ശാരീരികമായ രോഗങ്ങളാണെങ്കിലും മാനസികമായി ഉണ്ടാകുന്ന പിരിമുറുക്കങ്ങളും പ്രയാസങ്ങളുമാണെങ്കിലും എല്ലാം പ്രയാസങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ രോഗങ്ങൾ കൊണ്ട് കിട്ടേണ്ട, രോഗങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ അത് നമുക്ക് വലിയ ആശ്വാസകരമായിരിക്കും, നമുക്ക് വലിയ അനുഗ്രഹമായിരിക്കും അത് എന്ന് മനസ്സിലാക്കുക. അത്തരം പ്രധാനപ്പെട്ട ചില നേട്ടങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഒന്നാമതായി സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറയുകയാണ്, രോഗമെന്ന് പറയുന്നത് അത് നമ്മുടെ പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയാൻ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. അള്ളാഹു നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ സംഭവിച്ചു പോയിട്ടുള്ള പാപങ്ങളെ മായ്ച്ചു കളയാൻ നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ യുസീബുൽ മുസ്ലിം, ഒരു മുസ്ലിമിനെ ബാധിക്കുന്ന കാര്യങ്ങൾ, മിൻ നസബിൻ, അവനുണ്ടാകുന്ന ഒരു ക്ഷീണമാകട്ടെ, വല വസബിൻ, അവനുണ്ടാകുന്ന ഏതേത് രോഗമാകട്ടെ, വല ഹമ്മിൻ വല ഹുസ്നിൻ, അവന് കഴിഞ്ഞുപോയ കാര്യങ്ങളെ ആലോചിച്ചു കൊണ്ടുള്ള അവൻ്റെ വ്യാകുലതകളാകട്ടെ, ടെൻഷനുകളാകട്ടെ, ഭാവി കാര്യങ്ങൾ ആലോചിച്ചു കൊണ്ടുള്ള പ്രയാസങ്ങളാകട്ടെ, ബുദ്ധിമുട്ടുകളാകട്ടെ, വല അദ, അതുപോലെ അവന് ബാധിക്കുന്ന ഏതേത് ഉപദ്രവങ്ങളാകട്ടെ, വല ഗമ്മിൻ, ഇനി ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അവിടെ നിൽക്കട്ടെ, അവൻ്റെ മാനസികമായി അവനുണ്ടാകുന്ന, ഹൃദയത്തിനുണ്ടാകുന്ന പ്രയാസമാകട്ടെ, ഹത്ത ശൗകതി യുശാകുഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി നൽകുകയാണ്. ഒരു മുള്ളാണ് അവനെ തറച്ചിട്ടുള്ളെങ്കിൽ അതാണെങ്കിൽ പോലും ഇല്ല കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഖേന അവൻ്റെ പാപങ്ങൾ അത് പുറത്തു കൊടുത്തിട്ടല്ലാതെ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് പ്രയാസങ്ങൾ ഉണ്ടായാലും സഹോദരങ്ങളെ, ഒരു മുള്ളു കുത്തിയാൽ ആലോചിച്ച് നോക്കൂ, ചിലപ്പോൾ നമ്മൾ അറിയുക പോലുമില്ല. ആ മുള്ളു കുത്തിയിട്ട് രക്തം വാർന്നൊലിച്ചാൽ പോലും ചിലപ്പോൾ നമ്മൾ അറിയുക പോലുമില്ല. അതിലൂടെ പോലും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമെങ്കിൽ വലിയ വലിയ എത്ര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. പല കാര്യങ്ങൾ കൊണ്ട്, സാമ്പത്തികമായ തളർച്ച കൊണ്ടും മാനസികമായ പല പിരിമുറുക്കങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, അവർ തിരിച്ചറിയുക, തീർച്ചയായും ഇതിനെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിലൂടെയെല്ലാം എൻ്റെ പാപങ്ങൾ എനിക്ക് പുറത്തു തരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി വനിതയുടെ അടുക്കലേക്ക് പോകുകയാണ്. അവർക്ക് നല്ല കലശലായ പനിയുണ്ട്, ശക്തമായ പനി അവർക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, മാലക്കി യാ ഉമ്മ സായിബ്, ഓ ഉമ്മു സായിബ്, നിനക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? തുസഫ്സിഫീൻ, നീ ഇങ്ങനെ വല്ലാതെ വിറക്കുന്നുണ്ടല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവർ പറഞ്ഞു, അൽ ഹുമ ലാ ബാറകല്ലാഹു ഫീഹ, പനിയാണ്,
അള്ളാഹു അതിൽ ബറക്കത്ത് ചൊരിയാതിരിക്കട്ടെ, ലാ ബാറക്കല്ലാഹു ഫീഹ എന്ന് പറഞ്ഞാൽ അതിനെ ആക്ഷേപിച്ചുകൊണ്ട് പറയുകയാണ്. ആ രോഗം വന്നിട്ട് പ്രയാസം കൊണ്ട് അതിനെ ആക്ഷേപിച്ച് അവർ പറഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുസബ്ബി അൽ ഹുമ, നീ രോഗത്തെ പഴിക്കരുത്, പനിയെ പഴിക്കരുത്. ഫഇന്നഹാ തുദ്ഹിബു ഖതായ ബനി ആദം കമാ യുദ്ഹിബുൽ കീറു ഹബസൽ ഹദീദ്. അത് ഒരു മനുഷ്യൻ്റെ പാപങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് മായ്ച്ചു കളയുന്നതാണ്, ഇല്ലാതാക്കി കളയുന്നതാണ്. ഒരു ഉല ഇരുമ്പിൻ്റെ മാലിന്യങ്ങളെ അതെപ്രകാരം നീക്കിക്കളയുന്നുവോ അതുപോലെ മനുഷ്യൻ്റെ പാപങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പനി മുഖേന, രോഗം മുഖേന മാറ്റുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, രോഗങ്ങൾ എന്ന് പറയുന്നത് കേവലം നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല, നമ്മെ നശിപ്പിക്കാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു പരീക്ഷണമായി നമ്മൾ മനസ്സിലാക്കരുത്. മറിച്ച് നമുക്ക് ഏത് രോഗമുണ്ടാകട്ടെ, തലവേദനയാകട്ടെ, അതുപോലെ തന്നെ മറ്റേതെങ്കിലും ശരീരാവയവങ്ങളിൽ ഉണ്ടാകുന്ന വേദനകളാകട്ടെ, പനിയാകട്ടെ, ജലദോഷമാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഖേന അവൻ്റെ പാപങ്ങൾ മായ്ച്ചു തരും എന്നുള്ളതാണ്. തീർന്നില്ല. രണ്ടാമത്തെ നേട്ടമായി പണ്ഡിതന്മാർ പറയുന്നത്, പാപങ്ങൾ മായ്ച്ചു തരുന്നത് പോലെ തന്നെ നമുക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തതായി റബ്ബ് സുബ്ഹാനഹു വ തആല ഈ രോഗങ്ങളിലൂടെ നമുക്ക് എഴുതുമെന്നുള്ളതാണ്. അതുപോലെ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്ഥാനങ്ങൾ ഈ രോഗങ്ങളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യുശാഖു ശൗക, ഏതൊരു മുസ്ലിം ആകട്ടെ അവനൊരു മുള്ളാണ് തറച്ചത്, ഒരു ചെറിയൊരു പ്രയാസമാണ് അവന് ഉണ്ടായിട്ടുള്ളത്, ഫമാ ഫൗഖഹ, അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഏതേത് പ്രയാസമാകട്ടെ, ഇല്ല കുതിബത് ലഹു ബിഹാ ദറജ, അത് മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്ഥാനം ഉയർത്തിയെഴുതാതെയില്ല, അവൻ ഉയർന്ന പദവികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതാതെയില്ല. വമുഹിയത് അൻഹു ബിഹാ ഖതിയ, അതുപോലെ അവൻ്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മായ്ച്ചു കൊടുക്കുന്നതാണ് എന്ന് പറയുകയുണ്ടായി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശക്തമായ പനിയുണ്ടായി. ആ പനി കാരണത്താൽ അവിടുന്ന് ഇങ്ങനെ വിരിപ്പിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവർ ഇങ്ങനെ പറഞ്ഞു, ലൗ സനഅ ഹാദാ ബഅദുനാ ലവജിത്ത അലൈഹി, നമ്മളെങ്ങാനും ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നബിയെ, താങ്കൾ ഒരു പക്ഷേ ഞങ്ങളോട് ദേഷ്യപ്പെടുമായിരുന്നല്ലോ, ഞങ്ങളോട് ഞങ്ങളെ ആക്ഷേപിക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു ആയിഷ റളിയല്ലാഹു അൻഹ. കാരണം അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രോഗം പുറത്തേക്ക് കാണിക്കുന്ന രൂപത്തിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഇന്ന സ്വാലിഹീന യുശദ്ദദു അലൈഹിം, തീർച്ചയായും സാലിഹീങ്ങളായ, അള്ളാഹുവിനെ നന്നായി അനുസരിച്ച് ജീവിക്കുന്ന സാലിഹീങ്ങളായ മുത്തഖീങ്ങൾക്കൊക്കെ പരീക്ഷണങ്ങൾ യഥാർത്ഥത്തിൽ കടുപ്പത്തിലാണ് ഉണ്ടാവുക. വഇന്നഹു ലാ യുസീബു മുഅ്മിനൻ നക്ബത്തുൻ മിൻ ഷൗക ഫമാ ഫൗക ദാലിക്, ഏതൊരു വിശ്വാസിയാകട്ടെ അവനൊരു മുള്ളു തറക്കുന്നതാകട്ടെ, അതിനേക്കാൾ മുകളിലുള്ളതാകട്ടെ ഒരു പ്രയാസം അവൻ സംഭവിച്ചാൽ, ഇല്ല ഹുത്തത് ബിഹു അൻഹു ഖതിയ വറുഫിയ ബിഹാ ദറജ, അത് മുഖേന അവൻ്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കൊടുക്കുകയും സ്വർഗത്തിൽ അവൻ ഉന്നതമായ സ്ഥാനം അല്ലാഹു അവന് എഴുതി നൽകുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, പനി എന്ന് പറയും നമ്മളിൽ എല്ലാവർക്കും വരുന്നൊരു കാര്യമാണ്. ചിലപ്പോൾ വളരെ കടുത്ത പനി വന്ന് നല്ല പ്രയാസപ്പെടാറുണ്ട്. നിങ്ങൾ നോക്കൂ, മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പനിയെക്കുറിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറയാണ്, മാ മിൻ മറദിൻ യുസീബുനി അഹബ്ബു ഇലയ്യ മിനൽ ഹുമ, എനിക്ക് ബാധിക്കുന്ന ഏതേതു പ്രയാസങ്ങളെക്കാളും പനി എന്നെ ബാധിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. കാരണം എന്താണ്? ലിഅന്നഹാ തദ്ഖുലു ഫീ കുല്ലി അൾവിൻ മിന്നി, കാരണം പനി എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും അത് ബാധിക്കുന്നതാണ്. വഇന്നല്ലാഹ ലയുഅതി കുല്ല അൾവിൻ ഖിസ്തഹു മിനൽ അജ്ർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അവയവത്തിനും അത് പ്രയാസം അനുഭവിച്ചതിനാൽ അതിന് പകരമായി പ്രതിഫലം എഴുതും എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പനിയാകട്ടെ മറ്റേത് പ്രയാസങ്ങളാകട്ടെ, അത് വരുമ്പോഴേക്കും വലിയ ദേഷ്യം വന്നുകൊണ്ട്, പ്രയാസം വന്നുകൊണ്ട് അതിനെ നാശം പറയുന്ന, എന്തൊരു നാശം പിടിച്ച പനിയാണ്, എന്തൊരു നാശം പിടിച്ച തലവേദനയാണ്, ഇത്തരം വാക്കുകൾ നമ്മുടെ നാവുകളിൽ നിന്നുണ്ടാകാൻ പാടില്ല. മറിച്ച് മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്നായി ക്ഷമിച്ചു കഴിഞ്ഞാൽ ഇതിന് വലിയ അജ്ർ നൽകുമെന്നുള്ളതാണ്. ഇനി നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്, ചില മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖൽബ് നന്നായതിനാൽ, നല്ല മനുഷ്യനായതിനാൽ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം അവന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഉന്നതമായ സ്ഥാനം അവൻ സ്വർഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സാധുവായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ മാത്രമുള്ള സാലിഹായ അമലുകളൊന്നുമില്ല, സൽക്കർമ്മങ്ങളൊന്നും ഇയാളുടെ അക്കൗണ്ടിലില്ല. ഇയാൾ അങ്ങനെയുള്ള സൽക്കർമ്മങ്ങളൊന്നും ധാരാളം ചെയ്തിട്ടില്ല, തിന്മകളൊക്കെ സംഭവിച്ചു പോയിട്ടുമുണ്ട്. പക്ഷെ നല്ലൊരു മനുഷ്യനാണ്, ഉന്നതമായ സ്ഥാനം ലഭിക്കാൻ മാത്രമുള്ള മനുഷ്യനാണ്. അത്തരക്കാരായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉന്നതമായ സ്ഥാനം നൽകുന്നത് എപ്രകാരമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന
അന്നൽ അബ്ദ ഇദാ സബഖത് ലഹു മിനല്ലാഹി മൻസില ലം യബ്ലുഗ്ഹാ ബിഅമലിഹി ഇബ്തലാഹു അല്ലാഹു ഫീ ജസദിഹി ഔ ഫീ മാലിഹി ഔ ഫീ വലദിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം നിശ്ചയിച്ചിട്ടുണ്ടാകും. ആ സ്ഥാനം എത്തിപ്പിടിക്കാൻ മാത്രമുള്ള അമലുകളൊന്നും അയാളുടെ കയ്യിലില്ല എങ്കിൽ ഇബ്തലാഹു അല്ലാഹു ഫീ ജസദി, അല്ലാഹു അവൻ്റെ ശരീരത്തിൽ ചില പരീക്ഷണങ്ങൾ നൽകും. ഔ ഫീ മാലിഹി, അല്ലെങ്കിൽ അവൻ്റെ സമ്പത്തിൽ സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ഔ ഫീ വലദിഹി, അവൻ്റെ സന്താനത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകും. സുമ്മ സബറഹു അലാ ദാലിക്, അങ്ങനെ അവൻ അതിലെല്ലാം ക്ഷമിക്കുന്നവനായി തീരും. ഹത്താ യുബ്ലിഗഹുൽ മൻസിലത അല്ലതി സബഖത് ലഹു മിനല്ലാഹി തആല, അങ്ങനെ അല്ലാഹു അവൻ ഏതേത് സ്ഥാനമാണോ എഴുതിയിട്ടുള്ളത് ആ ഉന്നതമായ സ്ഥാനത്തിലേക്ക് എത്തുവോളം പരീക്ഷണങ്ങൾ ഒന്നിനു പുറമെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കും. അല്ലെ, ചില ആളുകൾ പറയും, ഞാൻ എത്ര നല്ല നോമ്പെടുക്കുന്ന ആളാണ്, നിസ്കരിക്കുന്ന ആളാണ്, വർഷാവർഷമൊക്കെ ഉംറക്കും ഹജ്ജിനൊക്കെ പോകുന്നുണ്ട്, സാധുക്കളൊക്കെ സഹായിക്കുന്നുണ്ട്, എന്നിട്ടും എനിക്ക് പ്രയാസമാണ് എന്ന് പറയുന്നവരുണ്ട്. ഒരു വേള അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാർക്ക് ഉന്നതമായ സ്ഥാനം നൽകുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ള പരീക്ഷണങ്ങളായിരിക്കും. അത് സാമ്പത്തികമായിട്ടുണ്ടാകും, ശാരീരികമായിട്ടുണ്ടാകും, മാനസികമായിട്ടുണ്ടാകും. സഹോദരങ്ങളെ, ഇതെല്ലാം തന്നെ ഉന്നതമായ സ്ഥാനത്തിനു വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുകയും ക്ഷമയോടെ അതിനെ അഭിമുഖീകരിക്കുകയും ചെയ്യുക എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ സഹോദരങ്ങളെ, ഈ രോഗമാകട്ടെ മറ്റേത് പരീക്ഷണങ്ങളാകട്ടെ ഇത് സ്വർഗപ്രവേശനത്തിന് കാരണമാകും എന്ന കാര്യം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഹുജിബത്തിൻ നാറു ബിശ്ശഹവാത്ത്, തീർച്ചയായും നരകമെന്ന് പറയുന്നത് അത് ദേഹേച്ഛകളാൽ മൂടപ്പെട്ടതാണ്. നരകമെന്ന് പറയുന്ന ദേഹേച്ഛകളാൽ മൂടപ്പെട്ടതാണ്. ആ ദേഹേച്ഛകളിൽ പ്രവേശിക്കുന്നവൻ നരകത്തിൻ്റെ ആ മൂടിയാണ് തുറക്കുന്നത്, അതിലേക്കാണ് പ്രവേശിക്കുന്നത്. വഹുജിബത്തിൽ ജന്നത്തു ബിൽ മക്കാരിഹ്, അതേപോലെ സ്വർഗമെന്ന് പറയുന്നത് അതൊരുപാട് മക്കാരിഹുകൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂടിയിട്ടുണ്ട്. ആ പ്രയാസങ്ങൾ സഹിക്കുന്നവനാണ് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ രോഗമെന്ന് പറയുന്നത് ഇത്തരം മക്കാരിഹുകളിൽ പെട്ടതാണ്, പ്രയാസമുണ്ടാകുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് എന്ന് നമുക്കറിയുന്ന കാര്യമാണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി ഖുദ്സിയായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ അദ്ഹബ്തു ഹബീബതൈ, ആരുടെയെങ്കിലും ഏറ്റവും പ്രിയങ്കരമായ രണ്ട് കാര്യങ്ങൾ ഞാൻ പോക്കിക്കളഞ്ഞു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രിയങ്കരമായ അവൻ്റെ ഇരു കണ്ണുകളാണ്. അതാണ് ഏറ്റവും അവന് പ്രിയങ്കരമായിട്ടുള്ളത്. ആ കാര്യങ്ങൾ ആർക്കെങ്കിലും ഞാൻ ഇല്ലാതാക്കി കളഞ്ഞു, അവൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു, എന്നേക്കുമായി അവന് കാഴ്ച ഇല്ലാതായി തീർന്നു, അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട്, ഫസബറ വഹ്തസബ, അവനതിൽ ക്ഷമിക്കുകയും പ്രതിഫലം പ്രതീക്ഷിക്കുകയും ചെയ്താൽ ലം അർദ ലഹു സവാബൻ ദൂനൽ ജന്ന, സ്വർഗമല്ലാതെ മറ്റൊന്നും അവന് പ്രതിഫലമായി നൽകാൻ അള്ളാഹു തൃപ്തിപ്പെടുകയില്ല. അവൻ സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നോക്കൂ, രണ്ട് കണ്ണുകൾ ഒരാൾക്ക് ഇല്ലാതിരുന്നാൽ എന്തെല്ലാം പ്രയാസങ്ങളാണുള്ളത്. ആ പ്രയാസത്തിനു പകരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗമാണ് എഴുതിയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ മറ്റൊരു ഹദീസിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയുടെ അടുക്കലേക്ക് പോകുകയാണ്. ഒരു കറുത്ത സ്ത്രീയാണ്. ആ സ്ത്രീക്ക് ജിന്നുബാധ ഏറ്റിട്ടുണ്ട്, വലിയ പ്രയാസമാണ് അവർക്കുള്ളത്. ജിന്നുബാധ ഏറ്റിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ, അല ഉരീകം റഅതം മിൻ അഹ്ലിൽ ജന്നഹ്, ഇതാ സ്വർഗാവകാശിയായ ഒരു പെണ്ണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ എന്ന് ചുറ്റുമുള്ളവരോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ. അദ്ദേഹം കേട്ടവർ പറഞ്ഞു ബല. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹാദിഹിൽ മർഅത്തു സൗദ, ഈ കറുത്ത പെണ്ണുണ്ടല്ലോ അവൾ സ്വർഗാവകാശിയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇന്നി ഉസ്ര, എനിക്ക് ജിന്നുബാധ ഏൽക്കുന്നുണ്ട്, ജിന്ന് ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും എൻ്റെ ബോധമില്ലാതാക്കി ഞാൻ മറിഞ്ഞു വീഴുകയും ചെയ്യുന്ന അവസ്ഥ എനിക്കുണ്ട് എന്ന് ഈ സ്ത്രീ പറയാൻ. വഇന്നി അതകശഫ്, അതുപോലെ തന്നെ എൻ്റെ ഔറത്തെല്ലാം വെളിവായി പോകുകയാണ്. ഇങ്ങനെ ശരീരം ഇങ്ങനെ ഇളകുമ്പോൾ ഔറത്തെല്ലാം വെളിവായി പോകുകയാണ്. ഫദുല്ലാഹ ലി, അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാഹുവിനോട് താങ്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആ സ്ത്രീ ആവശ്യപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, ഇൻ ശിഅ്തി സബർതി വലകിൽ ജന്ന, നീ നന്നായി ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട്. വ ഇൻ ശിഅ്തി ദഅഉതുല്ലാഹ അൻ യുആഫിയക, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിന്റെ ഈ രോഗം മാറാൻ, ശിഫയാകാൻ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ആ സ്ത്രീ പിന്നീട് പറയാൻ, ഞാൻ ക്ഷമിക്കാം, പക്ഷേ എൻ്റെ ഈ ഔറത്ത് വെളിവാകുന്ന കാര്യം നബിയെ അത് ഇല്ലാതിരിക്കാൻ താങ്കൾ അള്ളാഹുവിനോട് പറയണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് സ്വഹാബികൾ റിവായത്ത് ചെയ്യുന്നു, സ്വഹാബികൾ പറയുന്നു, ആ സ്ത്രീക്ക് പിന്നീട് രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്, പക്ഷെ അവരുടെ ഔറത്ത് വെളിവാകുമായിരുന്നില്ല, അവർക്ക് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ നിന്ന് തന്നെ സാക്ഷ്യപത്രം നൽകിയതാണ്. ഇങ്ങനൊരു പ്രയാസമുണ്ടാകും. എത്രയോ ആളുകൾ സഹോദരങ്ങളെ ഈ പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അവർ അറിയുക, അള്ളാഹുവിൻ്റെ റസൂൽ
സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടായിട്ട് അതിൽ ക്ഷമിച്ചവർക്ക് സ്വർഗമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും തന്നെ അള്ളാഹുവിന് നിങ്ങളോട് തൃപ്തിയില്ലാത്തത് കൊണ്ടോ നിങ്ങൾ ഉപദ്രവിക്കാനോ പ്രയാസപ്പെടുത്താനൊന്നോ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചു പോകരുത്. കാരണം ചിലർ പ്രയാസം കൊടുമ്പിരി കൊള്ളുമ്പോൾ അവർക്ക് എങ്ങനെ ചിന്തിച്ചേക്കും, എന്താണ് എനിക്ക് മാത്രം ഇത്ര പരീക്ഷണം, എനിക്ക് മാത്രം ഇത്ര പ്രയാസം, ബാക്കിയുള്ളവരെല്ലാം സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു, സമാധാനത്തോടു കൂടി ജീവിക്കുന്നു, എനിക്കൊരുപാട് ബുദ്ധിമുട്ടുകളാണല്ലോ എന്ന് ചിന്തിച്ചു പോകും. സഹോദരങ്ങളെ, ഇത്തരം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളോ നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ അറിയുക, സാലിഹായ കർമ്മങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരാനും നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനുമാണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സഹോദരങ്ങളെ, രോഗമെന്ന് പറയുന്നത് സ്വർഗപ്രവേശനത്തിന് കാരണമാകും എന്നതാണ് അവസാനമായി നമ്മൾ മനസ്സിലാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിൽ രോഗമെന്നുള്ളത് അത് നരകത്തിൽ നിന്നും നമുക്ക് രക്ഷ നൽകും എന്നുള്ള നിലക്കും ഹദീസുകൾ വന്നിട്ടുണ്ട്. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പനി കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിയെ കാണുവാൻ വേണ്ടി പോകുകയാണ്, രോഗിയെ സന്ദർശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് പറഞ്ഞു, അബ്ശിർ, നീ സന്തോഷ വാർത്ത നീ അറിയുക, ഇന്നല്ലാഹ അസ്സ വജൽ യഖൂൽ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, നാരി ഉസല്ലിതുഹ അലാ അബ്ദി അൽ മുഅ്മിൻ ഫിദ് ദുനിയ ലിതകൂന ഹല്ലഹു മിനൻ നാരി ഫിൽ ആഖിറ. അവന് കടുത്ത പനിയാണ്. ആ കടുത്ത പനി, ആ ചൂടെന്ന് പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ അവൻ്റെ ചില വിശ്വാസികൾക്ക് മേൽ അതിന് ആധിപത്യം നൽകിയിട്ടുണ്ട്, അവരുടെ മേൽ പനിക്കാനായിട്ട്. എന്തിനാണ്? ലിതകൂന ഹല്ലഹു മിനൻ നാരി ഫിൽ ആഖിറ. ആഖിറത്തിൽ അതിന് പകരം ആഖിറത്തിൽ അവന് ആ ചൂടുണ്ടാവുകയില്ല എന്നാണ്. നരകത്തിൽ നിന്നുള്ള ഒരു ഓഹരിയാണ് യഥാർത്ഥത്തിൽ പനി എന്നുള്ളത്. ഹദീസിൽ വന്നു, അൽ ഹുമ ഹല്ലു കുല്ലി മുഅ്മിനിൻ മിനൻ നാർ. പനി എന്ന് പറയുന്നത് ഓരോ മുഅ്മിനിൻ്റെയും നരകത്തിൽ നിന്നുള്ള ഓഹരിയാണ്. അതുകൊണ്ട് കുറേ പനിക്കുക എന്ന് പറയുന്നത് സഹോദരങ്ങളെ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ആഖിറത്തിൽ ആ നരകത്തിൻ്റെ ചൂടേറിയ തീയിൽ നിന്നും രക്ഷപ്പെടാനുള്ള കാരണമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതുപോലെ സഹോദരങ്ങളെ, രോഗം കൊണ്ടുണ്ടാകുന്ന വലിയൊരു നേട്ടമാണ് അള്ളാഹുവിനെ കുറിച്ച് മറന്ന് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാകും. അത്തരക്കാരായ ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് ചിന്തിക്കാനും റബ്ബിൻ്റെ ദീനിലേക്ക് മടങ്ങി വരാനും പലപ്പോഴും രോഗങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കാരണമാക്കാറുണ്ട്. അതുപോലെയുള്ള പരീക്ഷണങ്ങൾ കാരണമാക്കാറുണ്ട്. അങ്ങനെ എത്രയോ ആളുകൾ അവരുടെ രോഗാവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് ചിന്തിക്കുകയും അങ്ങനെ തൗബ ചെയ്യുകയും ചെയ്തത് നമുക്ക് ചുറ്റുമുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക്, തീർച്ചയായും താങ്കൾക്ക് മുമ്പുള്ള സമുദായങ്ങളിലെല്ലാം ദൂതന്മാരെ, അല്ലാഹുവിൻ്റെ റസൂലുമാരെ ഞാനിതാ നിയോഗിച്ചിട്ടുണ്ട്. ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വദ്ദറാ, അങ്ങനെ പ്രയാസങ്ങളും ദുരിതങ്ങളും അവർക്ക് ബാധിക്കുകയുണ്ടായി. ലഅല്ലഹും യതദറഊൻ, അവർ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്, കേണു ചെല്ലുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ പ്രയാസങ്ങളുടെ ഒരു ഹിക്മത്ത് എന്ന് പറയുന്നത് സഹോദരങ്ങളെ, അല്ലാഹുവിനെ കുറിച്ച് മറന്ന ആളുകൾക്ക് അല്ലാഹുവിൻ്റെ ദീനിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു മാർഗമായിട്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുപോലെ പറഞ്ഞു, വബലൗനാഹും ബിൽ ഹസനാത്തി വസ്സയ്യിആത്ത്, തീർച്ചയായും ഹസനാത്തുകൾ കൊണ്ടും നന്മകൾ കൊണ്ടും തിന്മകൾ കൊണ്ടും അവരെ പരീക്ഷിച്ചത് ലഅല്ലഹും യർജിഊൻ, അവർ അല്ലാഹുവിലേക്ക് മടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഇതാ അറിയിക്കുകയാണ്. മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കലും രോഗിയെ സന്ദർശിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി, അബ്ശിർ, നീ സന്തോഷ വാർത്ത അറിയുക, ഫഇന്ന മർദൽ മുഅ്മിൻ യജ്അലുഹു അല്ലാഹു ലഹു കഫാറതൻ വമുസ്തഅതബൻ വഇന്ന മർദൽ ഫാജിരി കൽബഈരി അഖലഹു അഹ്ലുഹു സുമ്മ അർസലു ഫലാ യദ്രി ലിമാ ഉഖില വലിമാ ഉർസിൽ. ഇതാ അദവുൽ മുഫ്രദിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. അദ്ദേഹം പറയാൻ, തീർച്ചയായും ഒരു വിശ്വാസിയുടെ രോഗമെന്ന് പറയുന്നത് അത് അവന് കഫാറത്താണ്, പ്രായശ്ചിത്തമാണ്. അതേപോലെ തന്നെ മുസ്തഅതബാൻ, അവൻ്റെ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് വിചാരണ ചെയ്യാനും പുനരാലോചന നടത്താനുമുള്ള ഒരു അവസരമാണ്. എന്നാൽ ഒരു ഫാജിറിന്, തെമ്മാടിക്ക് രോഗം വന്നാൽ അവൻ അങ്ങനെയൊന്നും ചിന്തിക്കുകയില്ല. അവൻ്റെ ഉപമ ഏതുപോലെയാണ്, ഒരു മനുഷ്യൻ വന്നിട്ട് ഒരു കന്നുകാലിയെ ഒരു തെങ്ങിൻ്റെ ചോട്ടിലോ മറ്റോ ഒക്കെ കെട്ടിയിടുന്നു. അത് കെട്ടിയിടുന്നു, വൈകുന്നേരമാകുമ്പോൾ അതിനിളക്കി കൊണ്ടുപോകുന്നു. അതിനറിയില്ല എന്തിനാണ് എന്നെ ഇവിടെ കെട്ടിയിടുന്നത്,
കെട്ടിയിട്ടത്? എന്തിനാണ് എന്നെ തിരിച്ച് കെട്ടയച്ചു കൊണ്ടുപോയത് എന്നറിയാത്തതുപോലെയാണ് ഒരു തെമ്മാടിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് അവനൊരു പുനരാലോചനയ്ക്ക് കാരണമാകും. ഇത്രയും നാളിതാ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചിരിക്കുകയാണ്, ഈ വലിയ രോഗം വരുന്ന സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചിന്തിക്കാൻ അത് കാരണമാകും എന്ന് സഹോദരങ്ങളെ മഹാനായ സഹാബി നമ്മെ അറിയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിന, ഒരു വിശ്വാസിക്കും ഒരു വിശ്വാസിനിക്കും പരീക്ഷണങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഫീ നഫ്സിഹി, അവൻ്റെ ശരീരത്തിൽ, വവലദിഹി വമാലിഹി, അവൻ്റെ സമ്പത്തിൽ, സന്താനത്തിൽ, ഹത്താ യൽഖല്ലാഹ് വമാ അലൈഹി ഖതിയ, അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് ഒരു പാപവുമില്ലാതെ അത് മുഖേന അവന് കണ്ടുമുട്ടാൻ സാധിക്കുമെന്നുള്ളതാണ്. ഒരുപാട് പാപങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടാകും. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ മായ്ച്ചു കളയാൻ അവൻ്റെ സ്വത്തിലും സന്താനത്തിലും ശരീരത്തിലുമെല്ലാം പ്രയാസങ്ങൾ ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അവസാനം മരിച്ചു പോകുന്ന സമയത്ത് ഈ പ്രയാസങ്ങളെല്ലാം തന്നെ, ഈ പരീക്ഷണങ്ങളെല്ലാം തന്നെ തൻ്റെ പാപങ്ങളെല്ലാം ഇല്ലാതാക്കി തീർക്കുന്നതാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. മഹാനായ യസീദ് ഇബ്നു മൈസറ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും, ഇന്നൽ അബ്ദ ലയംറിൽ, ഒരു മനുഷ്യന് രോഗം വരും, വമാ ലഹു ഇൻദല്ലാഹി മിൻ അമലിൻ ഖൈർ, വലിയ ഖൈറായ പ്രവർത്തനങ്ങളൊന്നും അവൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. ഫയുദക്കിറുഹുല്ലാഹ്, എന്നാൽ ഈ രോഗം അവൻ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിപ്പിക്കും. മാ സലഫ മിനൽ ഖതായ, അതുപോലെ കഴിഞ്ഞുപോയ പാവങ്ങളെ കുറിച്ചൊക്കെ അവൻ ഈ രോഗം കാരണം ചിന്തിക്കും. ഫയഖ്റുജു മിൻ ഐനിഹി മിസ്ലു റഅസി ദുബാബി മിന ദംഇ മിൻ ഖശിയത്തില്ലാ, അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് പേടിച്ചുകൊണ്ട് കണ്ണിൽ നിന്നും ഒരു ഈച്ചയുടെ തലയോളം അത്രം വലിപ്പം, അഥവാ വളരെ കുറഞ്ഞൊരു കണ്ണുനീർ അവൻ്റെ കണ്ണിൽ നിന്നും പുറത്തേക്ക് വരും. ആ കണ്ണുനീർ അവൻ്റെ പാപമോചനമായി തീരുകയാണ്. ഫയബഅസുഹുല്ലാഹു ഇൻ യബഅസുഹു മുതഹറ, അള്ളാഹു അവനെ രോഗം ഒഴിവാക്കി ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അവൻ പാപങ്ങളിൽ നിന്നെല്ലാം ശുദ്ധനായ ഒരുവനായി മാറുന്നതാണ്. ഔ യഖ്ബിലുഹു ഇൻ ഖബലഹു മുതഹറ, അവൻ എങ്ങാനും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ ശുദ്ധിയോടുകൂടി പാപമോചനത്തോടുകൂടി അവൻ മരണപ്പെടുന്നതാണ് എന്ന് മഹാനായ യസീദ് ഇബ്നു മൈസറ റഹിമഹുല്ലാ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, രോഗമെന്ന് പറയുന്നത് പലപ്പോഴും പലർക്കും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും അതുപോലെ തന്നെ അള്ളാഹുവിനെ മറന്നുകൊണ്ട് അടിച്ചുപൊളിച്ച് ജീവിച്ച ജീവിതങ്ങളിൽ നിന്നുമൊക്കെ മാറി ചിന്തിക്കാനുമൊക്കെ കാരണമാകാറുണ്ട്. അതുപോലെ രോഗത്തിൻ്റെ മറ്റൊരു നേട്ടമാണ് സഹോദരങ്ങളെ, ചുറ്റുമുള്ള മറ്റു രോഗികളെക്കുറിച്ച് അവന് ചിന്തിക്കാൻ കാരണമാകുമെന്നുള്ളതാണ്. കാരണം പലപ്പോഴും ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് ആരോഗ്യത്തിൻ്റെ വില അറിയില്ല. അതുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള പല കാര്യങ്ങളിലും പ്രയാസം അനുഭവിക്കുന്നവരെക്കുറിച്ച് നമുക്ക് ശരിയായ രൂപത്തിലൊന്നും ചിന്തിക്കാൻ പറ്റാറില്ല. എന്നാൽ സമാനമായ രോഗങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, ഇതുപോലെ എത്ര നാളായി ആ വ്യക്തി ഈ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നു, എത്ര നാളായി ആ വ്യക്തി ഇന്ന രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നു എന്ന് മറ്റുള്ളവൻ്റെ വേദനകളും യാതനകളും അറിയാൻ സഹോദരങ്ങളെ പലപ്പോഴും രോഗങ്ങൾ കാരണമാകാറുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ എല്ലാ നിലക്കും ചിന്തിച്ചാൽ രോഗങ്ങൾ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അത് അനുഗ്രഹമാണ് എന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷെ ഒരിക്കലും പ്രയാസങ്ങളെയോ രോഗങ്ങളെയോ ഒരാളും ആഗ്രഹിക്കാൻ പാടില്ല. കാരണം നമുക്കറിയുകയില്ല ഈ രോഗങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വേണ്ട രൂപത്തിൽ ക്ഷമിക്കാൻ സാധിക്കുമോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആഫിയത്തിനെയും ആരോഗ്യത്തിനെയും മാത്രമേ ചോദിക്കാവൂ. ഒരിക്കലും രോഗത്തെയോ പ്രയാസത്തെയോ നമ്മൾ വിളിച്ചു വരുത്താൻ പാടില്ല. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടാതെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളുണ്ടാകും. ആ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഈ രൂപത്തിലുള്ള നിലപാടുകൾ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, അത് ഹൃദയത്തിന് ആശ്വാസവും അതുപോലെ അല്ലാഹു അടുക്കൽ വലിയ പ്രതിഫലവും കരസ്ഥമാക്കാൻ കാരണമാകുമെന്നുള്ളതാണ്. ഇനി ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം, എന്തുകൊണ്ടാണ് നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് കുഫാറുകളായ ആളുകളൊക്കെ, സത്യനിഷേധികളായ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകളൊക്കെ നല്ല ആരോഗ്യത്തോടുകൂടിയും അതുപോലെ തന്നെ അവർക്ക് വലിയ രോഗങ്ങളൊന്നും ഇല്ലാതെയൊക്കെ ഉണ്ട് എങ്കിൽ സഹോദരങ്ങളെ, തീർച്ചയായും തിരിച്ചറിയുക, അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്കാണ്, സത്യവിശ്വാസികൾക്കാണ്, അവൻ ഇഷ്ടപ്പെടുന്നവർക്കാണ് ദുനിയാവിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നൽകുക എന്നുള്ളതാണ്. അല്ലാഹു തആല പറയുന്നു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി അൽ ഖൈർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അജ്ജല ലഹു അൽ ഉഖൂബത ഫി ദുനിയ, അവന് ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് തന്നെ ശിക്ഷ നൽകും. വ ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി അശ്ശർ, ഒരടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മ ഉദ്ദേശിച്ചാൽ അംസക അൻഹു ബിദംബിഹി ഹത്താ യുവാഫി ബിഹി യൗമൽ ഖിയാമ, അവൻ്റെ തിന്മക്ക് ശിക്ഷയൊന്നും നൽകാതെ ഖിയാമത്ത് നാളിൽ അവനത് കണ്ടുമുട്ടേണ്ട അവസ്ഥ അവനുണ്ടാകുമെന്നുള്ളതാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസിബു മിൻഹു, ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവന് മുസീബത്തുകൾ ഉണ്ടാക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അറാബിയുടെ അടുക്കലേക്ക് ചെന്നെത്തുകയാണ്. ഒരു അറാബിയുടെ അടുക്കലേക്ക്, ഗ്രാമീണന്റെ അടുക്കലേക്ക് ചെന്നെത്തുകയാണ്. ആ ഗ്രാമീണനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അഖദ്തക ഉമ്മു മിൽദം ഖത്തു,
നിനക്ക് ഉമ്മുമിൽദം എന്ന് പറയുന്ന രോഗം എപ്പോഴെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? അയാൾ പറഞ്ഞു ഒമാ ഉമ്മുമിൽദം. അയാൾ ആ രോഗത്തെക്കുറിച്ച് കേട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹറുൻ യകൂനു ബൈനൽ ജിൽദി വൽ ലഹം, നിന്റെ തൊലിയുടെയും ഇറച്ചിയുടെയും ഇടയിൽ ഉണ്ടാകുന്ന ചൂടിനെ കുറിച്ചാണ് അഥവാ പനിയെക്കുറിച്ചാണ് ആ പറഞ്ഞിട്ടുള്ളത്. അയാൾ പറഞ്ഞു മാ വജത്തു ഹാദാ ഖത്ത്, എനിക്ക് ജീവിതത്തിൽ പനിയേ ഉണ്ടായിട്ടില്ല, ഇങ്ങനെ രോഗമുണ്ടായിട്ടില്ല. ഫഹൽ അഹദക സുദാഉ ഖത്ത്, നിനക്ക് എപ്പോഴെങ്കിലും തലവേദന ഉണ്ടായിട്ടുണ്ടോ? അയാൾ ചോദിച്ചു ഒമ സുദാ, എന്താണ് സുദാ, തലവേദന എന്ന് പറയുന്നത് എന്താണെന്ന് പോലും അയാൾക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉറൂഖുൻ തദ്രിബു അൽ ഇൻസാനി ഫി റഅസി, ഒരു മനുഷ്യന്റെ തലയിൽ ഉണ്ടാകുന്ന ഞരമ്പുകളിൽ ഉണ്ടാകുന്ന ചില വേദനകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അയാൾ പറഞ്ഞു എനിക്ക് ജീവിതത്തിൽ അങ്ങനെ ഒരു തലവേദന ഉണ്ടായിട്ടേ ഇല്ല. അയാൾ പിരിഞ്ഞു പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ള സഹാബി അബൂ ഹുറൈറയോട് പറയാൻ മൻ അഹബ്ബ അൻ യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൻ നാർ ഫൽയൻദുർ ഇലാ ഹാദാ, ആരെങ്കിലും നരകക്കാരനായ ഒരു വ്യക്തിയെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയെ കണ്ടുകൊള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, രോഗം തീരെ വരാതിരിക്കുക, ഒരു പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഷർറിൻ്റെ ലക്ഷണമായേക്കാം എന്നാണ് ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക, നമുക്ക് ചുറ്റുമുള്ള കുഫാറുകൾ, അതുപോലെ തെമ്മാടികൾ, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർ, അവർക്കൊരു പക്ഷേ ഒരുപാട് സമ്പത്ത് നമ്മൾ കാണുമ്പോൾ, അവർ വലിയ പരീക്ഷണങ്ങളില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയുക അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം പരലോകത്തേക്ക് നീക്കി വെച്ചിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. ആ വിചാരണക്ക് മുന്നിൽ അവൻ പതറിപ്പോകുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ സഹോദരങ്ങൾക്കും അനുഭവിക്കുന്ന എല്ലാ രൂപത്തിലുള്ള പ്രയാസങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല എളുപ്പത്തിൽ ശിഫയാക്കി നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിൽ അനുഭവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക്, ഫലസ്തീനിലും മറ്റുമൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറവി നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.